ഇന്ന് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ കേക്കാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഒരു എഗ്ഗ്ലെസ് കേക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുട്ടയില്ലാത്ത ഒരു സിമ്പിൾ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ മുൻപത്തെ കേക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് മൈദ കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 150 ഗ്രാമാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിലേക്ക് പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ച് മാറ്റി വെക്കാം. ഒരു 1-2 തവണ അരിച്ച് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അരിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു ട്യൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ട്, ഒരു 1-2 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഇതിലേക്ക് ആദ്യം കുറച്ചൊരു മൈദപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു ടീസ്പൂൺ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത, അധികം തണുപ്പില്ലാത്ത തൈരാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നല്ല പുളിയുള്ള തൈര്, നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയ്ക്ക് വേണ്ട കേട്ടോ, കുറച്ച് അളവ് കുറച്ചെടുത്താൽ മതി. അതായത് കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ബട്ടർ മിൽക്ക് ആക്കി എടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ എടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പ് മുഴുവനായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 145 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ചൊരു മാംഗോ മിക്സ് എസൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ കേക്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ അതൊരു 2-3 തുള്ളി കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, കാരണം ഇത് കൂടി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല. എപ്പോഴും ഒരു 3-4 തുള്ളി തന്നെ മതിയാവും കേട്ടോ, കാരണം കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല, കേക്കിന് മൊത്തത്തിൽ ടേസ്റ്റ് മാറും. പിന്നെ ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മിക്സ് എസൻസ് ആണ്. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ വാനില എസൻസ് ഒക്കെ വാങ്ങിക്കുന്ന ഒരു ബോട്ടിൽ പോലെ തന്നെ മാംഗോ എസൻസ് വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതൊരു 1-2 തുള്ളി കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി, ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഇനി ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. ഓയിൽ ശരിക്കും മിക്സായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു സാധാരണ തടിത്തവി എടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ മുട്ട വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മിക്സാക്കുന്ന അത്രയ്ക്കൊരു ബുദ്ധിമുട്ടില്ല, ഇതിൽ എളുപ്പത്തിൽ മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് മിക്സാക്കി വരുന്ന സമയത്ത് ബാറ്റർ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ എന്ന് പറയുമ്പോൾ നല്ല തണുത്തിരിക്കുന്ന പാലല്ല, ഫ്രിഡ്ജിൽ നിന്നാണെങ്കിൽ കുറച്ച് മുൻപേ പുറത്തെടുത്ത് വെക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്ന വാം മിൽക്ക്, നല്ല ചൂട് വേണ്ട കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് ഒഴിച്ച് മിക്സാക്കി വെക്കുക, കാരണം ഒന്നിച്ച് ഒഴിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് പ്ലസ് ഒരു 2-3 ടേബിൾ സ്പൂൺ, ചിലപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ ബാറ്റർ ആക്കി എടുക്കാം. ഇതിലേക്ക് ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ശരിക്കും നമ്മൾ ആ ട്യൂട്ടി ഫ്രൂട്ടിയിൽ ഒരു ടീസ്പൂൺ മൈദ ഇട്ടിട്ട് മിക്സാക്കി എടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്ലെയിനായിട്ട് ഡയറക്റ്റ് അങ്ങനെ ഇടുകയാണെങ്കിൽ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമേ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇടുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കിടന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവൻ ഉള്ളവർക്കാണെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക സാധാരണ പോലെ തന്നെ. ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 തുള്ളി ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. ഓയിൽ പിന്നെ ഒരുപാട് വേണ്ട കേട്ടോ, 2 തുള്ളി തന്നെ മതിയാകും കേട്ടോ, കൂടി പോകണ്ട. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോസ് പാൻ്റെ താഴ്ഭാഗത്ത് ഒരു പഴയ തവ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ തവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടാവണം കേട്ടോ. അത് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഒരു തവ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് തട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഇതിനെ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ആദ്യം 2 മിനിറ്റ് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 35-40 മിനിറ്റ് വേണ്ടി വരും കേക്കായി വരാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ട്, നമ്മൾ ആ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ വേണമെങ്കിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. കാരണം കേക്ക് ബേക്കായി വരുന്ന സമയത്ത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
പിന്നെ ഈ ഒരു കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, ഒരു എഗ്ലെസ് കേക്ക്. ശരിക്കും നമ്മൾ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ സാധാരണക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് കുറേ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ട ഇല്ലാത്തൊരു കേക്കിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മുട്ട ഇല്ലാത്ത കേക്ക് അങ്ങനെ സാധാരണ രീതിയിൽ ഉണ്ടാക്കലില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഒരു കേക്കിൻ്റെ ടെക്സ്ചറും ടേസ്റ്റൊക്കെ കൂടുതൽ ഇഷ്ടം മുട്ടയുള്ളതാണ്. എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയില്ലാത്ത കേക്കിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നോ ഓവൻ കേക്ക് ആൻഡ് കുക്കീസ് ഉണ്ടല്ലോ, അവരുടെ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു 1-2 തവണ ട്രൈ ചെയ്ത് സക്സസ് ആയപ്പോഴാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ കേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്ക്വയർ വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കണേ. അപ്പോൾ അതിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ടാവും. ഇപ്പോൾ അത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേൽഭാഗം നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന അത്രയ്ക്കൊരു പെർഫെക്ഷൻ വരില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപൊക്കെ ചെയ്ത പോലെ തന്നെ കേക്ക് ടിന്നിലാക്കിയിട്ട് പ്രഷർ കുക്കറിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുമേ. പിന്നെ ഇതൊരു ചൂടിൽ തന്നെ വേറൊരു പാത്രത്തിലേക്കോ വയറാക്കിലേക്കോ മാറ്റി വെക്കാം, നല്ലോണം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ കേക്ക് നല്ലോണം അടിഭാഗമൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷേ പാത്രത്തിൽ അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കേക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ മുറിക്കാൻ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചൂടോട് കൂടി തന്നെ മുറിക്കുന്നുണ്ട്. നല്ല കറക്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുട്ട തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് ഈ ഒരു എഗ്ലെസ് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്